ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയത് എന്താണ്? ഇപ്പോൾ നേരത്തെ എന്ത് അജണ്ട മുന്നോട്ട് വെച്ചാണ് വോട്ട് ചോദിച്ചത്, വോട്ട് പിടിച്ചത്? വികസനമാണോ അല്ലെങ്കിൽ വർഗീയതയാണോ? അതുമായി സംബന്ധിച്ചൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നേരത്തെ ഇവിടെ പങ്കെടുത്ത പല പാനലിസ്റ്റുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഈ ഇന്ത്യ സഖ്യം അത് കെട്ടുറപ്പില്ലാതെ പോയി. അവരുടെ സഖ്യത്തിൽ ഉള്ളവർക്ക് പോലും അവർക്ക് ആ ഒരു കെട്ടുറപ്പ് അത് നിലനിർത്താൻ സാധിച്ചില്ല. പലരും തെറ്റിപ്പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ദുർബലമായ ഒരു സംവിധാനം അവരാണ് വോട്ടർമാരോട് പറയുന്നത്, ഞങ്ങളെ ഇനിയിപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം, അധികാരം ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അവിടെ തന്നെ അത് പരാജയപ്പെട്ടല്ലേ? അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇല്ലാതെ രാഹുൽ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അഖിലേഷ് യാദവിന് സമാനമായ ആഗ്രഹം, മമതാ ബാനർജിക്ക് അതിയായ ആഗ്രഹം, CPM പിന്തുണച്ചുകൊണ്ട് വരുന്നത് കെജ്രിവാളിനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ആരാകും പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ പോലും അവർക്കിടയിൽ ഒരു ഐക്യം രൂപീകരിക്കേണ്ടത്. ഒടുവിൽ ഫലം വന്ന ശേഷം ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് നാളെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പൂർത്തിയാകുമ്പോൾ ഉള്ളതെങ്കിൽ ഇനി ഒരു അംഗത്തിനുള്ള ബാല്യം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടോ എന്നതാണ് പ്രധാനമായി വരുന്നൊരു ചോദ്യം. ഇന്ത്യ സഖ്യമോ അല്ലെങ്കിൽ ഇനി എന്തു പേരായിക്കോട്ടെ, ഒരു കോൺഗ്രസിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു സഖ്യ രൂപീകരണം എവിടെയെങ്കിലും സാധ്യമാകുമോ? കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് കേരളത്തിൽ പോലും 17 സീറ്റ് UDF പറയുമ്പോൾ അവിടെ കോൺഗ്രസിന് എത്രയാണെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൂട്ടിക്കിഴികൾ നോക്കിയാലും കോൺഗ്രസിന് നഷ്ടം മാത്രമാണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലോ രാജസ്ഥാനിലോ 1-2 സീറ്റുകൾ ലഭിച്ചെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ ടാലിയിലേക്ക് പോലും എത്താൻ സാധിക്കുമെന്നൊരു വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് ഇനി ഇന്ത്യ സഖ്യത്തിന് എന്താണ് ഒരു ഭാവി എന്നൊരു ചോദ്യം ഉയരുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇന്ത്യ സഖ്യത്തിന് കെട്ടുറപ്പ് കുറവാണ് എന്ന കാര്യം സമ്മതിക്കാം. പക്ഷേ പൂർണ്ണമായി കൺസോളിഡേറ്റഡ് അല്ല എന്ന് പറയാനാവില്ല. കേവലം ഒരു വർഷം മുൻപ് നമ്മൾ ആരും തന്നെ വിചാരിച്ചതല്ല ഇന്ത്യ എന്ന രൂപത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടും എന്ന് ഊഹിച്ചതല്ല. കാരണം 1977 പ്രതിപക്ഷ ഐക്യനിര, ശ്രീമതി ഇന്ദിരാഗാന്ധി അന്നത്തെ അടിയന്തരാവസ്ഥ, അതിനെതിരെ രൂപപ്പെട്ട ഒരു സ്വാഭാവിക ഒരു പ്രതികരണം, അത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഇത്രയും വൈവിധ്യമാർന്ന ഘടകങ്ങൾ ചേർന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പം സ്വാഭാവികമായി ഇന്ത്യ മുന്നണിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി എന്നും INDIA എന്ന് കൃത്യമായി പൊളിറ്റിക്കലി കറക്റ്റായിട്ട് പറഞ്ഞാൽ INDIA യഥാർത്ഥത്തിൽ ഒരു കൺസോളിഡേറ്റഡ് ആകാൻ ഒരു സമയം വേണം. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു കൊയലീഷൻ പോളിറ്റിക്സിലേക്ക് വരുന്നത് വളരെ വൈകിയാണ്. അത് ആദ്യം മുഖം തിരിഞ്ഞു നിന്നതാണ്. 2004 വരെ ഇങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങളോട്, കൊയലീഷൻ സംവിധാനങ്ങളോട് സംസ്ഥാന തലത്തിൽ മാത്രം ആഭിമുഖ്യം കാട്ടുകയും എന്നാൽ ദേശീയ തലത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി 2004 UPA 1 പരീക്ഷണം വന്നത്. അത് മുതൽ കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് കക്ഷികളെ കൂടെ നിർത്താനുള്ള ശ്രമമാണ്. അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ 2024 23 രൂപീകരിക്കപ്പെട്ട ഇന്ത്യ മുന്നണി. അപ്പോൾ ആ മുന്നണി നമ്മൾ വിചാരിച്ചതെല്ലാം, എല്ലാ നിരീക്ഷകരും വിചാരിച്ചത് ആദ്യം തന്നെ അടിച്ചു പിരിയുമെന്നാണ്. ആ ലക്ഷണങ്ങളെല്ലാം കാട്ടി ഒരു സമ്മേളനം പോലും, ഒരു ജനസദസ്സ് പോലും കൂടാൻ സാധിച്ചില്ല. നേതാക്കളെല്ലാം ചേർന്ന് കൈപൊക്കി നിന്നതല്ലാതെ പ്രവർത്തകരുടെ ഇടയിലേക്ക് ആ ആവേശം വിതറാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ എത്തി നിന്നപ്പോൾ, ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൺസോളിഡേറ്റഡ് ആകുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷെ കൺസോളിഡേറ്റഡ് ആകുന്നു എന്ന് ഞാൻ പറയുമ്പോഴും അത് വോട്ടായി കൺവേർട്ട് ചെയ്യുകയും, അതിൻ്റെ പേര് ട്രാൻസ്ഫർ വോട്ട്സ് എന്നാണ്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ചെറുതെങ്കിലും ഒരു കൺസൈസ് വോട്ട് ഷെയർ ഉണ്ട്. ഒരു 4 മുതൽ 5% വരെ വോട്ട് ഷെയർ ഉണ്ടെന്ന് കരുതുക. സമാജ്വാദി പാർട്ടിക്ക് ഒരു 20 മുതൽ 25% വരെ വോട്ട് ഷെയർ ഉണ്ട് എന്ന് കരുതുക. കോൺഗ്രസിന്റെ ആ വോട്ട് ഷെയറിനെ പൂർണ്ണമായി സമാജ്വാദി പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പണ്ടും കഴിഞ്ഞിട്ടില്ല. മുൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചപ്പോഴും അത് സംഭവിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഒരുമിച്ച് വന്നു എന്ന് പറയുമ്പോഴും വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു പിൻബലത്തെ വോട്ടായും അതുവഴി സീറ്റായും എണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയില്ല. അതാണ് ഒരു കാര്യം. 2, ഇന്ത്യ മുന്നണിക്ക് ഘടനാപരമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നേതാക്കളുടെ ധാരാളിത്തമാണ്. പക്ഷേ ഒരൊറ്റ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ
കഴിയാത്ത ഒരു സന്നിഗ്ധ അവസ്ഥയുമുണ്ട്. കാരണം ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല എന്ന് പറയുന്ന മലയാള പഴഞ്ചൊല്ല് എത്രയോ അന്വർത്ഥമാണ്. അത് ആരാണ് നേതാവ് എന്ന് ഇന്ത്യ മുന്നണിയുടെ ആളുകളോട് ചോദിച്ചാൽ ഞങ്ങൾ നേതാവിനെ പിന്നീട് തീരുമാനിക്കും. അവർ ഉദാഹരണമായി പറയുന്നത് 2004 എല്ലാ പാർട്ടികളും ചേർന്ന് ഒരു UPA എന്ന രൂപത്തിൽ മത്സരിച്ചു. അതിൽ ചില പാർട്ടികൾ വെളിയിൽ നിന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിന് അനന്തരം ഒരു സഖ്യമുണ്ടാക്കി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക്, തികച്ചും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിച്ചു. പക്ഷേ അത് രണ്ടാമത്തെ UPA വന്നപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിക്കാകുന്നത് കണ്ടു. എല്ലാ ഒപ്പീനിയൻ പോളുകളെയും നിരാകരിച്ചുകൊണ്ട് ആ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ സമയമേറെ എടുക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെ, ഉത്തർപ്രദേശ് ആണല്ലോ ബാറ്റിൽ ഫീൽഡ്, വലിയ 80 സീറ്റുകളുള്ള സംസ്ഥാനമല്ലേ, രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും യോഗങ്ങളൊക്കെ കണ്ടാൽ ജനം ഇരച്ചു കയറുന്നതായി തോന്നാം. പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ടോ, അതാണൊരു കാര്യം. രണ്ട്, ഈ മുൻകാലങ്ങളിൽ ഞാനൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാതലായ ഒരു നിരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിക്കൂ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ, അതിൻ്റെ നേതാക്കൾ മിക്കവാറും എല്ലാം പേഴ്സണലി ഹെൽഡ് പാർട്ടീസ് ആണ്. തെക്കുന്നും തുടങ്ങിക്കഴിഞ്ഞാൽ DMK, അതിൻ്റെ നേതാവ് സ്റ്റാലിൻ, DMK മാറിയും മറിഞ്ഞും BJPയോടൊപ്പവും കോൺഗ്രസിനോടൊപ്പം നിന്നതാണ്. അണ്ണാ DMKയും അങ്ങനെ തന്നെ. അതുപോലെ തെലുങ്ക് ദേശവും മാറിയും മറിഞ്ഞും നിന്ന പാർട്ടിയാണ്. അതുപോലെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആദ്യം BJPയുടെ കൂടെ ആയിരുന്നു. അത് വാജ്പേയി മന്ത്രിസഭയിൽ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്നു. അപ്പോൾ ഒരു പൂർവാശ്രമം നോക്കിക്കഴിഞ്ഞാൽ വലിയ നമ്പർ, ഇപ്പൊ അഖിലേഷ് യാദവിന്റെ പാർട്ടിയും ഒരുപക്ഷെ തേജസ്വി യാദവിന്റെ പാർട്ടിയും, അതായത് RJDയും പിന്നെ അവിടുത്തെ ഉത്തർപ്രദേശിലെ മുലായം സിംഗിന്റെ പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒരിക്കലും BJPയോട് കൈകോർത്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. പക്ഷേ മറ്റു മിക്ക ഘടകകക്ഷികളും തരം പോലെ മാറിയും മറിഞ്ഞും. അപ്പൊ ഈ BJP എന്നത് തൊട്ടുകൂടാൻ വയ്യാത്ത ഒരു പാർട്ടിയൊന്നുമല്ല ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക്. അപ്പൊ അധികാരം പങ്കിടാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു കൂടിയതാണ് എന്ന ഒരു പൊതു ചിന്ത ജനസാമാന്യത്തിൽ ഉള്ളത് കൊണ്ടാണ് മറുവശത്ത് BJPക്ക് വ്യക്തമായ ഒരു നേതാവിനെ കാട്ടാൻ കഴിയുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന ഒറ്റ നേതാവിനെ കാട്ടാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു കൊയലീഷൻ സമ്പ്രദായം, ഒരു കൊയലീഷൻ സിസ്റ്റം കൺസോളിഡേറ്റഡ് ആകണമെങ്കിൽ അതിൻ്റെ അച്ചുതണ്ട് ശക്തി നല്ല ദൃഢമായിരിക്കണം. NDAയുടെ അച്ചുതണ്ട് ശക്തി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി. ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയട്ടെ, അത് BJP തന്നെയാണ്. ഒറ്റയ്ക്ക് ഏതെങ്കിലും കക്ഷിക്ക് ഭൂരിപക്ഷം സ്വന്തം നിലയിൽ നേടാൻ കഴിയുമെങ്കിൽ അത് BJPക്ക് മാത്രമാണ് ഇന്നത്തെ നിലയിൽ. അതുകൊണ്ട് ആ BJP എന്ന അച്ചുതണ്ടിനോടൊപ്പം തന്നെ ചേർന്ന് മറ്റ് കക്ഷികളും കൂടെ ചേർന്ന് അത് ജെല്ല് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതുപോലൊരു അച്ചുതണ്ട് ശക്തി ആകാൻ ഇന്നത്തെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്നതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ ഒരു ദൗർബല്യം. അതുകൊണ്ടാണ്, അല്ലാതെ ഇന്ത്യ മുന്നണി തീരെ കൺസോളിഡേറ്റഡ് അല്ല എന്ന് പറയാനൊക്കില്ല. അവർക്ക് ചെയ്യാനൊക്കുന്നതിന്റെ പരമാവധി ചെയ്തു. കോൺഗ്രസ് പാർട്ടി ഞാൻ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ച ചെയ്തു. മറ്റ് കക്ഷികൾ കൈമേയി മറന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു ഹ്രസ്വകാല നേട്ടത്തിനാണ്, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്നേഹബന്ധമാണ് എന്ന ഒരു ചിന്ത പ്രബുദ്ധരായ സംവിധായകരുടെ ഇടയിൽ വന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അവരുടെ ചിന്ത എക്സിറ്റ് പോളിനെ വിശ്വസിക്കാമെങ്കിൽ. ഡോക്ടർ മോഹൻ വർഗീസ്, ഒറ്റ കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ വളരെ സാഗൂതം സശ്രദ്ധയോടെ വീഴ്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഇവിടെ വർഗീയത ഏറ്റവും ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ചത് NDA ആണോ INDIA ആണോ? സ്വതന്ത്ര നിരീക്ഷകൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. ആ സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു തന്നെ പറയട്ടെ, രണ്ട് ഭാഗത്തു നിന്നും വർഗീയമായ പരാമർശങ്ങൾ ഉണ്ടായി. അല്ല, ആദ്യമാര് തുടങ്ങി? ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ആദ്യം തുടങ്ങി വെച്ചത് INDIA ആണ്, ഇന്ത്യ അലിയൻസ് ആണ്. അതിൽ പ്രതിരോധത്തിന് വേണ്ടി പിന്നെ NDA പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർക്ക് അങ്ങനെ പോകേണ്ടി വന്നു, നിർബന്ധിതരായി. അതല്ലേ അതിന്റെ വാസ്തവം? അനിൽ, ഞാനൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ആകാശത്തുകൂടി ചന്ദ്രൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അനേക പട്ടികൾ, ശ്വാനന്മാർ പലയിടത്ത് നിന്ന് ഓരിയിടുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്യും. ചന്ദ്രൻ ഒരിക്കലും ഒരു നിമിഷം നിന്ന് എന്തിനാണ് താങ്കൾ കുരച്ചത്, എന്നെ നോക്കി എന്തിനാണ് ജൽപ്പനങ്ങൾ കാട്ടിയത് എന്ന് ചോദിക്കാറില്ല. അത് അവഗണിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഇന്ത്യ തെരഞ്ഞെടുപ്പാണ്. അല്ല, മറ്റൊരു കാര്യം, ആരാണ് ചന്ദ്രൻ എന്നൊരു ചോദ്യമുണ്ട്. അതെ. അല്ല, മറുപടി കൊടുക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ കൊടുക്കണ്ടേ? അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരല്ലോ. ഒരു കാര്യം, ഈ ഒരു ബലവാന്റെ ലക്ഷണം എന്താണ്? ബലഹീനരായ ആളുകൾ പലതും പറയും.
ഒരു ബലവാൻ സ്വന്തം ബലത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ബലഹീനരായ ആളുകളുടെ ഭാഗത്തുനിന്ന് വിമർശനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. അതിനൊന്നും മറുപടി പറഞ്ഞ് വില കളയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു പ്രധാന ഒരു ചോദ്യമുണ്ട്. ഈ സാധാരണക്കാരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം വരുമ്പോൾ അതിന് മറുപടി പറയാൻ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം നിർബന്ധിതരാകില്ല. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ മോഹൻ വർഗീസ്. നിതീഷ് കുമാർ ആയിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്, ആദ്യ കൺവീനർ. ആ കൺവീനറെ പോലും ഒപ്പം നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന 1-ാം തീയതി ഒരു ഇന്ത്യ സഖ്യം ഒരു യോഗം ചേർന്നിരുന്നു. മമതാ ബാനർജിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടേക്ക് പോയിരുന്നില്ല. ഇതൊക്കെ നൽകുന്ന സൂചന ഇനി എങ്ങനെയൊക്കെ കൂട്ടിക്കെട്ടിയാലും ഇത് പഴഞ്ചൊല്ലി പറഞ്ഞു തവളയെ തൂക്കുന്നതിന് തുല്യമായ രീതിയിലായി പോകും എന്ന പഴഞ്ചൊല്ലി ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ പോകുന്നത്? സപ്പോസ് INDA അധികാരത്തിലെത്തിയാലും എത്ര കാലം ഇല്ല, അധികാരത്തിലെത്തും എന്ന പ്രതീക്ഷ എനിക്കില്ല. ഞാൻ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ തക്ക ഒരു സാഹചര്യം ഇന്നുണ്ട് എന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കും. അത് ചില സംസ്ഥാനങ്ങളിലെങ്കിലും മഹാരാഷ്ട്ര, ബീഹാർ, ഒരു പരിധിവരെ ഹരിയാന, ഇവിടങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിക്ക് നിലവിലുണ്ടായിരുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ കിട്ടും എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. എക്സിറ്റ് പോളുകൾ പറയുന്നതും അത് തന്നെയാണ്. പക്ഷേ മഹാരാഷ്ട്രയിലെ 8-ൽ നിന്നും ഒരുപക്ഷെ 14-ലേക്ക് മാറുമായിരിക്കും. ബീഹാറിലെ 1-ൽ നിന്നും 4-ലേക്ക് മാറുമായിരിക്കും. അതൊക്കെ വലിയ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ മാറ്റമല്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം, നമ്മൾ മുന്നേറ്റം എന്നൊക്കെ പറയുന്ന വാക്ക് ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. മുന്നേറ്റം എന്ന് പറയുമ്പോൾ വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന മുന്നേറ്റങ്ങളല്ല. സ്വാഭാവികമായി ഈ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വോട്ട് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ചില മേഖലകളിൽ റീജിയണൽ ബാറ്റിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഒരു ദേശീയ വിഷയം അവർ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഇന്ത്യ മുന്നണി എടുത്ത ഒരു നയങ്ങളോട് ഒരു ചെറിയ രീതിയിലുള്ള അപ്രീസിയേഷൻ പറയേണ്ടതുണ്ട്. കാരണം വളരെ സ്റ്റഡീഡായി, അത് വിഭാഗീയത ഉണ്ട് എന്ന് BJP പറയുമ്പോഴും പക്ഷേ സ്റ്റഡീഡായി ന്യായ പദ്ധതി മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഒട്ടൊക്കെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമൂഹ്യക്ഷേമം, നീതിശാസ്ത്രങ്ങൾ, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, ഇതൊക്കെ അടിസ്ഥാന ലെവലിൽ ചർച്ചയാക്കാൻ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അത്രയ്ക്ക് ചർച്ചയുണ്ടായില്ല. ദേശീയ വിഷയങ്ങളായിരുന്നു. ഇതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്പോഴങ്ങനല്ല. അടിസ്ഥാന വിഷയങ്ങളിൽ കുറെയൊക്കെ ഊന്നിയുള്ള ചർച്ചകൾ കൊണ്ടുവരാൻ അപ്പൊ ആ നിലവാരം വളരെ കൂടുതലായിരുന്നു എന്ന് ഞാൻ കരുതുന്നത്. ഈ വിദ്വേഷ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക, അതൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ ശ്രീ അനിൽ പറഞ്ഞതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പാണെന്ന് ഓർക്കണം. അപ്പൊ ജയിക്കാൻ വേണ്ടി പ്രേമത്തിലും യുദ്ധത്തിലും ഒരു നിയമവും ബാധകമല്ല, എന്തും ചെയ്യാം. പക്ഷേ അതാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അതേസമയം തൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ താരപ്രചാരകൻ കൂടിയാണ്. സ്വാഭാവികമായി ഈ രണ്ടാമത്തെ കണക്കെടുത്തു താരപ്രചാരകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ദൗത്യമാണ്, അദ്ദേഹത്തിന്റെ ധർമ്മമാണ്. അത് അദ്ദേഹം ചെയ്യുന്നു. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ധർമ്മമാണ് ഭരണപക്ഷത്തെ എന്തെങ്കിലും കെടുകാര്യസ്ഥതകൾ ഉണ്ടെങ്കിൽ തുറന്നു കാട്ടുക എന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ധർമ്മമാണ്. ഈ രണ്ടു കൂട്ടരും അവരവരുടെ ധർമ്മം പാലിക്കുമ്പോൾ എവിടെയൊക്കെയോ ലക്ഷ്മണ രേഖകൾ ലംഘിക്കപ്പെട്ടോ എന്ന ഒരു സന്ദേഹം നോക്കി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ആരോഗ്യപരമായ മത്സരമായിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ അനാരോഗ്യപരമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആരോഗ്യപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അത് ജനങ്ങളുടെ മാൻഡേറ്റ്. ഈ ഇന്ത്യ മുന്നണി ഇത്രയും വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ പോലും ജനങ്ങൾക്ക് മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകൾ കാട്ടുന്നത്. അത് അവിശ്വസിക്കാൻ തക്ക ശാസ്ത്രീയമായ അടിത്തറ ഒന്നും തന്നെ ഇപ്പോൾ നമുക്കില്ല. കാരണം എക്സിറ്റ് പോളുകളുടെ സ്ട്രൈക്ക് റേറ്റ് ചരിത്രപരമായി 80%. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ 13 ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകൾ തൃണവൽഗണിക്കാൻ ഞാനും ഒരുക്കമല്ല.